തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രത്തിലെ തിറമഹോത്സവം 21, 22, 23 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോൾ ഈ വർഷം അവിടെ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്ര ഉത്സവം നടക്കുന്നത് 10, 11 തീയതി, അതായത് ഫെബ്രുവരി 22, 23 തീയതികളിലാണ്. തച്ചോളി യോധനക്കുറിപ്പിന്റെ വീര സ്മരണകൾ ഉണർത്തുന്ന ആ സ്ഥലത്ത് നിരവധി ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. ഇപ്പോൾ അടുത്തിടെ അവിടെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു വിശ്രമ കേന്ദ്രവും കളരിയുടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ദേശീയകളായാലും കേരളത്തിൽ നിന്ന് അങ്ങോളമുള്ള ആൾക്കാരായാലും നിരന്തരം അവിടെ സന്ദർശിക്കാറുണ്ട്. ഒരു പാക്കേജിന്റെ രീതിയിലാണെന്ന് തോന്നുന്നു ലോകനാർകാവ് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. ഈ വർഷം ഉള്ള ഒരു പ്രത്യേകത ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഈ തിറ നടക്കുന്ന ദിവസം കളരി സമർപ്പിക്കാറുണ്ട്. കാരണം തച്ചോളി മാണിക്കോത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. കടത്തനാട്ടിലെ കളരിയുടെ ഈറ്റില്ലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ദേവതാ സങ്കല്പങ്ങളും കുടികൊള്ളുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. കോഴി സമർപ്പണം ആദ്യം തച്ചോളി കുടുംബക്കാരാണ്. ലോകനാർകാവിലമ്മയുടെ ചൈതന്യം അതും കുടികൊള്ളുന്നു. അതുകൂടാതെ പുറമെ ദേവതാ സങ്കല്പങ്ങളായി കുട്ടിച്ചാത്തൻ, പുളിയൻ ഇവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗുരുജന സങ്കല്പത്തോടൊപ്പം ഈ ഈശ്വര ചൈതന്യങ്ങളും കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശത്തിലായിരിക്കാം പുതിയ കളരി പഠിച്ച ആൾക്കാരൊക്കെ അവിടെ കളരി അരങ്ങേറ്റം നടത്താൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ തിറ നടക്കുന്ന ദിവസം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഞങ്ങളെ സമീപിക്കുന്നു. പക്ഷെ ഇവർക്കൊന്നും അവിടെ ആ അവസരത്തിൽ കളരി പ്രദർശനത്തിന് സമയം ഉണ്ടാവാറില്ല. ചുരുങ്ങിയത് 1 or 2 പേർക്ക് മാത്രമേ ഞങ്ങൾക്ക് അവസരം കൊടുക്കാൻ കഴിയൂ. അങ്ങനെ വർഷങ്ങളായി പലരും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഈ കൊല്ലം ഞങ്ങൾ തലേ ദിവസം, അതായത് 21 തീയതി തിറ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ ആവശ്യപ്പെട്ട കളരിക്കാർക്കെല്ലാം ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അതായത് 21 തീയതി 4 മണിക്ക് അതിൻ്റെ ഒരു ഉദ്ഘാടനവും 6-7ഓളം കളരി സംഘങ്ങൾ അവിടെ കളരി അവതരിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പത്മശ്രീ മീനാക്ഷി അമ്മ ഒരിക്കലാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നേരിട്ടുള്ളത്. ലോകനാർകാവിൽ നിന്നുള്ള ദീപം വരവോടുകൂടിയാണ്. തച്ചോളി യോധനക്കുറിപ്പ് ലോകനാർകാവും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ചരിത്ര കഥകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഥകളൊക്കെ നമുക്ക് കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 450 വർഷം മുമ്പേയുള്ള ചരിത്രമാണ്. ഇന്നും അത് ലോകനാർകാവുന്നുള്ള ദീപം എഴുന്നള്ളിച്ച് തച്ചോളി മാണിക്കോത്ത് എത്തിച്ചതിന് ശേഷമാണ് ഉത്സവ കാര്യങ്ങൾ നടക്കുന്നത്. അന്നേ ദിവസത്തെ ദീപം ലോകനാർകാവുന്നുള്ള ദീപം തെളിയിച്ചുകൊണ്ടാണ്. അതിനുശേഷം യോധനക്കുറിപ്പിൻ്റെ വെള്ളാട്ട്, പിന്നെ കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, ഉള്ളിയം വെള്ളാട്ട് ഇതൊക്കെ ഉണ്ടാകും. അന്നേ ദിവസം തന്നെ ഒരു കളരി പ്രദർശനം അതിനുണ്ടാകും. ആദ്യത്തെ ദിവസം ഒരു 12 മണി വരെ ഉള്ളൂ. അതിലെ ആദ്യ ദിവസം അവതരിപ്പിക്കുന്ന മീനാക്ഷി ഗുരുക്കളുടെ ടീമാണ്. 2ാം ദിവസം ഉത്സവത്തോടനുബന്ധിച്ച് 1-2 വരവുകൾ, അതായത് ഒരു കൊല്ലൻ വരവ്, തണ്ടാൻ വരവ്, വാൾവരവ്, അത് പകൽ സമയത്ത് സന്ധ്യയ്ക്ക് മുമ്പായി നടക്കും. ബാക്കി കെട്ടിയാട്ടങ്ങളെല്ലാം സന്ധ്യയ്ക്ക് ശേഷമാണ്. യോധനക്കുറിപ്പിൻ്റെ തിറ, കേളുക്കുറിപ്പിൻ്റെ തിറ, ഉള്ളിയൻ തിറ, കുട്ടിച്ചാത്തൻ തിറ, ഇതൊക്കെ നേരം വെളുക്കുന്നത് വരെ ഒരു 6 മണിയോടുകൂടി, 6 മണിക്ക് മുമ്പായി തന്നെ 2ാം ദിവസം 23 തീയതി കഴിഞ്ഞ് 4ാം തീയതി പുലർച്ചെ ആകുമ്പോൾ എല്ലാം സമാപിക്കും. ഒരു പൂക്കലശം വരവും കൂടി അവിടെയുള്ള പ്രദേശവാസികൾ തയ്യാറായിട്ട് അതും കൂടി അവിടെ വരുന്നുണ്ട്. പൂക്കലശം വരവ് കഴിഞ്ഞ 12 വർഷമായിട്ടില്ലായിരുന്നു. ഇക്കൊല്ലം അവർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ 23 തീയതി രാത്രി 11 മണിയോടുകൂടി പൂക്കലശം വരവും കൂടി ഉണ്ടായി. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക